ഹായ് ഹലോ. ഇന്ന് നമ്മളൊരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ വീഡിയോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു, അടുക്കളയിലൊക്കെ വന്നു. പിന്നെ ആദ്യം തന്നെ ചോറ് വെക്കലാണ്. ചോറ് വെക്കും, കാരണം ഉച്ചത്തേക്കുള്ളത് നമുക്ക് കൊണ്ടുപോകാനും രണ്ടുപേർക്കും ഫുഡ് കൊണ്ടുപോകണം. അതിനേക്കുള്ള ചോറുണ്ടാക്കും. അതിനുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ നോക്കലുള്ളത്. അപ്പോൾ അതൊക്കെ ഇതാക്കി കുക്കറിലാണ് വെക്കൽ. അത് നമ്മൾക്ക് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലും മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കാനൊന്നും ഇല്ല, അപ്പം പച്ചക്കറിയായിട്ട് ഉള്ളി വാട്ടിയെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിലേക്കും വേണം, അതുപോലെ തന്നെ കോഴിമുട്ട ഫ്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലേക്കൊക്കെ വേണം. അപ്പോൾ അതിലേക്കുള്ളത് ഒന്നിച്ചങ്ങ് അരിഞ്ഞു വെക്കും. ആകെ 2 കോഴിമുട്ടയുള്ളത്, 2 കോഴിമുട്ട എടുത്തു. അത് എനിക്കുള്ളൊരു ശീലമാണ്, ഈ കോഴിമുട്ടേൻ്റെ ഈ തോടിൻ്റെ ഇടയിലുണ്ടാകുമല്ലോ, അതും കൂടി അതിൽ കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് തരണല്ലേ, അതിൽ നിന്ന് 2 ഉള്ളി എടുത്ത് ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതങ്ങനെ ചെയ്യും. പിന്നെ ഇതിൽ തന്നെ പച്ചമുളകും അതിലിട്ട് ഇതിലേക്ക് എടുത്തിട്ടല്ലാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും, പിന്നെ ഞാനിടുന്ന ഒരു ഇതാണ്, ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്യും. അത് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കോഴിമുട്ട കഴിക്കാൻ. പാനൊന്ന് വെച്ച് ചൂടാകാതെ അപ്പോഴേക്കും നമ്മൾ അരി വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്കത് വാർത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് അതിന് വെച്ചിട്ടാണ് വാർത്തെടുക്കൽ പൊതുവെ. അതിനി അവിടുന്ന് വെള്ളം വാർന്ന് സെറ്റാക്കും. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പാന്, അതിലേക്ക് ഓയിലിട്ട് 2 കോഴിമുട്ട വെച്ചിട്ട് പൊരിച്ചെടുത്ത് അങ്ങനെ കോഴിമുട്ട 2ആയി. ഇനി നമ്മൾ ഉച്ചത്തേക്കുള്ള ലഞ്ചിനേക്കുള്ള കറിയല്ല, ഉള്ളി വാട്ടുകയാണ്. അതിലേക്ക് വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഇട്ട് അതിലേക്ക് ഇത്തിരി പച്ചമുളകും ഇട്ട് ഉള്ളി നല്ലോണം വാട്ടിയെടുത്ത് മസാല ഇടുകയാണ് ചെയ്യുന്നത്. രാവിലത്തെ ചായൻ്റെ കടിക്കുള്ള കറിയാണ്. കടല നല്ല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നൈറ്റ്. അപ്പം അതും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിട്ട് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ ഒരു 3-4 വിസിൽ, അതിനുള്ളിൽ തന്നെ നമ്മൾ കടല നല്ലോണം വെന്ത് കിട്ടും. അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ പോയി. അപ്പോൾ അത് ഉച്ചത്തേക്കുള്ളതൊന്ന് മാറ്റിയങ്ങ് വെക്കും. പിന്നെ എന്ന് വേസ്റ്റ് വരുന്ന എല്ലാ പാത്രങ്ങളും അത് അപ്പം തന്നെ കഴുകി വെക്കുമ്പോഴേക്ക് നമുക്ക് പിന്നത്തേക്ക് കുറേ പണികളുണ്ടാവില്ല. അതുകൊണ്ട് അത് അപ്പം തന്നെ ഒക്കെ ക്ലീനാക്കി വേഗം വെക്കും. ഇവിടെ ഉള്ളി അതിൻ്റെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ കുറച്ച് മല്ലിപ്പൊടിയും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് സെറ്റായിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് റെഡിയാക്കും. ഇതൊന്നൊരു ഗ്രേവി ടൈപ്പിലേക്ക് ആക്കിയെടുത്ത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ലഞ്ചിൻ്റെ കറിയായിട്ട് വരുന്നത്.
ഇതേ ടൈമിൽ തന്നെ നമ്മൾ അപ്പുറത്ത് പാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്ക് വെള്ളയപ്പമാണ്. അപ്പം വെള്ളയപ്പത്തിന് ചട്ടിയില്ല. അപ്പം നമ്മൾ ഈ ഒരു ദോശ പോലെ തന്നെ ചുട്ടെടുക്കലാണ് പതിവ്. അപ്പം അതൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചപ്പോഴേക്കും കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഉപ്പിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്ക് ആവശ്യത്തിലുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട്, നമ്മൾ ഓൾറെഡി ഉള്ളി വാട്ടിയ സമയത്ത് കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു, അത് കുറച്ചൊരു കുറവ് വന്നത്. അപ്പോൾ അതും അത്യാവശ്യം അതിലേക്ക് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി. അപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച്. പിന്നെ ചായക്ക് വെക്കണമായിരുന്നു. പിന്നെ ഡെയിലി മധുരമുള്ള ചായ അങ്ങനെ കുടിക്കലില്ല. മധുരം ഉണ്ടെങ്കിൽ കാപ്പിയാണ് പൊതുവെ പതിവ്. അപ്പം ഇന്നലെയൊക്കെ കാപ്പി കുടിച്ചതിനെ കൊണ്ട് ഇന്ന് മധുരമില്ലാത്തൊരു ചായയും ലൈറ്റ് കട്ടനായിട്ട് ഉണ്ടാക്കൽ. അതും വെള്ളയപ്പവും കടലക്കറിയാണ്. അപ്പോൾ ഓരോരോ വെള്ളയപ്പമായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചുട്ടെടുത്ത് ചായ അപ്പോഴത്തെ ആവുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ കറി സെറ്റായിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഒന്ന് മിക്സാക്കി. റെഡിയായ കറി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച്, ഇതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലാക്കി വെക്കലാണ്. എന്നിട്ട് കുക്കറൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച്. ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ലൈറ്റ് ചായപ്പൊടി ഇടുന്നത്, കാരണം അധികം ചായ പൊടി ഇട്ടിട്ട് കുടിക്കാറില്ല. ഇത് നമ്മൾ കടലക്കറി ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ച് താളിക്കുകയാണ്. ഇന്നലെ ഞാൻ കറിവേപ്പിൻ്റെ ഇല പറിച്ച് വെക്കാൻ ഒക്കെ മറന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തില്ല. ജസ്റ്റ് വെളിച്ചെണ്ണയും കടുകും മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്ത പാത്രം ഒന്ന് ക്ലീനാക്കി എടുത്ത് വെച്ചു. ഇതോടെ നമ്മൾ മോർണിംഗിൽ അടുക്കളയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതായി, അതുപോലെ തന്നെ ഉച്ചത്തേക്ക് ലഞ്ചിനുള്ളതായി. പിന്നെ ഇത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം അത് ഫുള്ളായിട്ട് തിളപ്പിച്ച് വെക്കലാണ്. പിന്നെ അടുക്കള ഒന്ന് ക്ലീനാക്കി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.